ഞങ്ങൾ ജീവിച്ചിരിക്കെ നിനക്ക് എങ്ങനെ തോന്നിയടാ തന്നെ ഇഷ്ടത്തിൽ തീരുമാനമെടുക്കാൻ? വളർത്തിയത് ഏട്ടനാണെങ്കിലും നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണോ നിന്റെ അച്ഛനും അമ്മയും അറിയുന്നത്? വന്നതു മുതൽ ശ്രീയോട് തട്ടിക്കയറുകയാണ് അവൻ്റെ അച്ഛൻ ശേഖരൻ. പേരിൽ മാത്രം പോരാ അച്ഛനും അമ്മയും, പ്രവൃത്തിയിൽ കൂടി കാണണം. എൻ്റെ അച്ഛൻ ഈ നിൽക്കുന്ന ശങ്കരൻ നായരാ. അമ്മ ലേഖയും പലവട്ടം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അഭി നിങ്ങളുടെ മകനാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ മകനാവും? പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാകില്ല. പിന്നെ ഇവരോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. പിന്നെ വല്യച്ഛൻ്റെ താല്പര്യമായിരുന്നു നിങ്ങളെ അറിയിക്കരുതെന്ന്. ഞാൻ ആർക്കും വാക്ക് കൊടുത്തു ചതിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഉപേക്ഷിച്ചിട്ടുമില്ല. അവസാനം അഭിയെ നോക്കിയാണ് അവനത് പറഞ്ഞത്. ശാലിനി ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നിട്ട് എവിടെ നിന്റെ ഭാര്യ? അകത്തൊളിച്ചു വെച്ചിരിക്കുകയാണോ? ഞങ്ങളൊന്ന് കാണട്ടെ. അഭിയുടെ അമ്മാവൻ അവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ചിയേട്ടാ. കാറ്റുപോലെ പാഞ്ഞു വന്നവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. തിരിഞ്ഞു നിന്നതിനാൽ അവളുടെ മുഖം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ രൂപം കണ്ട് അവൻ കണ്ണുമിഴിച്ചു നിന്നു. നെറ്റിയിൽ നീട്ടിവരച്ച കളഭക്കുറി, നെറുകയിൽ കട്ടിയിൽ ചാർത്തിയിരിക്കുന്ന സിന്ദൂരം, ചുവന്ന കുഞ്ഞുപൊട്ട്, മാറിൽ അവൻ അണിയിച്ച താലി. ശ്രീ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. ചിയേട്ടാ കൊള്ളാവോ? തച്ചുവിനെ അമ്മ ഒരുക്കിയതാ. രണ്ട് കവിളിലും കൈവച്ച് പല്ലു മുഴുവൻ കാണിച്ചു പറയുന്നവളെ നോക്കി അറിയാതെ അവൻ തലയാട്ടിപ്പോയി. അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്നവരെക്കുറിച്ച് അവൻ ഓർക്കുന്നത് തന്നെ. അവളെ തിരിച്ച് നെഞ്ചോട് ചേർത്ത് അവൻ അവരെ നോക്കി. അഭി ഇരുന്നിടത്തു നിന്നും ഞെട്ടി എഴുന്നേറ്റു. ശ്രുതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ശങ്കരനും ലേഖയും ഒഴിച്ച് മറ്റുള്ളവരുടെ മുഖഭാവം കണ്ട് ശ്രീയുടെ മുഖത്ത് വിജയച്ചിരി തെളിഞ്ഞു. ഇതാണ് എൻ്റെ പെണ്ണ്, എൻ്റെ ജീവൻ, എൻ്റെ പ്രാണൻ, താരാ ശ്രീറാം. അവളെ ചേർത്തു പിടിച്ച് അവൻ അഭിമാനത്തോടെ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് തച്ചു അപരിചിത ഭാവത്തിൽ നോക്കി. അഭി നിശ്ചലനായി നിന്നു. മുന്നിൽ നടക്കുന്നത് സത്യമോ മിഥ്യയോ എന്നറിയാതെ. അന്ന് വിവാഹ മണ്ഡപത്തിൽ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഇതുവരെ അവൻ അവളെ കണ്ടിട്ടില്ല. ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി അവന്. ശാലിനിയും ശേഖരനും പകപ്പോടെ നോക്കി നിന്നു. എന്താ, ആർക്കൊന്നും പറയാനില്ലേ? ഇവളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അത്രയ്ക്ക് നന്നായിട്ട് ഓരോരുത്തർക്കും അറിയാം, പ്രത്യേകിച്ച് നിനക്ക് അല്ലേ അഭി? അഭിയുടെ കണ്ണുകൾ അവർ രണ്ടുപേരിലും തറഞ്ഞു നിന്നു. അവൻ തലയ്ക്ക് കൈ കൊടുത്ത് സോഫയിലിരുന്നു പോയി. ശ്രുതി അവളുടെ താലിയിൽ മുറുകെ പിടിച്ച് അഭിയെ നോക്കി. അവനോട് തനിക്കെന്നും അടങ്ങാത്ത പ്രണയമായിരുന്നു. അവസാനം അവനെ നേടിയെടുക്കുമ്പോൾ പോലും ഇനിയൊരിക്കലും തച്ചുവിലേക്ക് അവൻ മടങ്ങിപ്പോകരുത് എന്നതായിരുന്നു തൻ്റെ വാശി. പക്ഷെ ഇതിപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ആര് ചെയ്യട്ടെ ഇതൊക്കെ? മുന്നിൽ നിൽക്കുന്നവരെ കൈചൂണ്ടി തച്ചു ശ്രീയോട് ചോദിക്കുമ്പോൾ അഭി പകപ്പോടെ അവളെ നോക്കി. അതേ ഞെട്ടൽ തന്നെയായിരുന്നു മറ്റുള്ളവർക്കും. അതോ മോളുടെ ബന്ധുക്കൾ തന്നെയാ? ദാ ആ നിൽക്കുന്നത് തച്ചുവിൻ്റെ അനിയനാണ് കേട്ടോ. അഭിയെ ചൂണ്ടി വാശിയോട് ശ്രീ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ ആരോ കത്തി കുത്തി ഇറക്കുന്നത് പോലെ തോന്നി അഭിക്ക്. ശ്രീറാം അവനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇനി അവൻ്റെ സ്ഥാനം. ഒപ്പം അവളെ വിട്ടുതരില്ലെന്ന് പോലുള്ള ഒരുതരം വാശിയും. തച്ചു അഭിയെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ തൻ്റെ പതനം പൂർണ്ണമായതുപോലെ തോന്നി അവന്. ശ്രുതി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അനിയൻ സ്നേഹിച്ചു കെട്ടാനിരുന്ന പെണ്ണിനെ ഏട്ടം കെട്ടുകയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമർഷത്തോടെ ശേഖരൻ പറയുമ്പോൾ ശ്രീ പല്ല് കടിച്ചു. കെട്ടാനിരുന്നതല്ലേ, കെട്ടിയില്ലല്ലോ. അച്ഛൻ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ വിവാഹപ്പന്തലിൽ നിന്ന് ഞാൻ ഇവളെ കടത്തിക്കൊണ്ട് വന്ന് കെട്ടിയതാണെന്ന്. ശ്രീ എടുത്തടിച്ചതുപോലെ ചോദിച്ചതും ശേഖരൻ്റെ നാവ് ഇറങ്ങിപ്പോയി. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാഗ്ദാനം നൽകി മുഹൂർത്തം വരെ എത്തിച്ചിട്ട് ആരോപണങ്ങളിൽ വിശ്വസിച്ച് അവളെ അവിടെ ഉപേക്ഷിച്ചു പോയത് ഞാനല്ലച്ചാ. പഴയതൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. അവിടെ അച്ഛേട്ടന് നേരെയായിരുന്നു ആരോപണം. അവൻ ഇവളെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചതെങ്കിൽ ആരുടെ വാക്ക് കേട്ടും ഇവളെ അവൻ ഉപേക്ഷിച്ചു പോകില്ലായിരുന്നു. അഭി തല കുനിച്ചു നിന്നു. അനിയന് കാണിച്ചതിനുള്ള പ്രായശ്ചിത്തമാണോടാ നീ ഇവളെ കെട്ടിയത്? അമ്മായി പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഒരിക്കലുമല്ല. ഞാൻ സ്നേഹിച്ചത്, പ്രണയിച്ചത് ഇവൻ വിവാഹ മണ്ഡപത്തിൽ ഉപേക്ഷിച്ചു പോയ തച്ചുവിനെയല്ല, ദാ ഇവളെയാണ്. കാരണം ഇവൾക്കിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇവളുടെ ഓർമ്മകളിൽ പോലും അഭിയില്ല. ഇടിമുഴക്കം പോലെയാണ് അഭി അത് കേട്ടത്. അച്ഛൻ്റെ മരണം മുന്നിൽ കണ്ട് പകുതി തളർന്നുപോയി ഇവളുടെ മനസ്സ് തളർത്താൻ നിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു അഭി. ശ്രുതി വിറങ്ങലിച്ച് നിന്നു. അഭി അവളെ സംശയത്തോടെ നോക്കി. നിനക്ക് കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞ് ക്ഷേത്രത്തിൽ തച്ചുവിനെ വിളിച്ചു വരുത്തി ശ്രുതി. നിന്നെ ഒന്ന് കാണാൻ ഓടി വന്നവൾക്ക് മുന്നിൽ തെളിഞ്ഞത് നീ ശ്രുതിയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന രംഗമായിരുന്നു.
അന്ന് തളർന്നു പോയതാ ഇവൾ. ദീർഘമായി ഉറക്കം എണീറ്റതിനു ശേഷം തച്ചു മറ്റൊരാളായിരുന്നു. കൊച്ചുകുട്ടികളുടെ സ്വഭാവമുള്ള ഇവളുടെ ഇച്ഛയിച്ചൊരു തങ്കക്കുടമായ കുഞ്ഞിനിയത്തിയായിരുന്നു. നടുക്കത്തോടെയാണ് ഓരോ വാക്കുകളും കേട്ടു നിന്നത്. ശ്രുതി വിയർത്തു നിന്നു. ഒരിക്കലും അഭി അറിയരുത് എന്നാഗ്രഹിച്ച സത്യങ്ങളാണ് ഇപ്പോൾ അവനു മുന്നിൽ തെളിയുന്നത്. അന്നു മുതൽ നിഴലായി ഞാൻ ഇവൾക്കൊപ്പമുണ്ട്. ഇവളുടെ ചീയേട്ടനായി. ഇപ്പോഴത്തെ ഈ ലോകത്ത് തച്ചു സന്തോഷവതിയാണ്. ആരുടെയും ചതി കാണാതെ അവൾക്ക് ജീവിക്കാം. അവസാനമായി ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇനി ഒരിക്കലും ഞങ്ങൾക്കിടയിൽ നിങ്ങൾ ആരും കടന്നു വരരുത്. ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ പെണ്ണിനെ ഞാൻ സംരക്ഷിക്കും. തച്ചുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവനത് പറയുമ്പോൾ തെറ്റുപറ്റിപ്പോയ നിമിഷത്തെ ഓർത്ത്, ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളെ ഓർത്ത് അഭിയുടെ ഉള്ള കുറ്റബോധത്താൽ നീറി. കൈകൾ കൊട്ടുന്ന ശബ്ദം കേട്ട് വാതിലിൻ്റെ അവിടെ നോക്കി അഭി ഞെട്ടി എഴുന്നേറ്റു. തച്ചുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇച്ചേച്ചി! തച്ചു ഓടിപ്പോയി അമ്മുവിൻ്റെ മാറിൽ ചാഞ്ഞു. കൂടെ അച്ചുവും ഉണ്ടായിരുന്നു. അമ്മു അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ നേരെ നിർത്തി. ശേഷം കത്തുന്ന കണ്ണുകളോടെ അവരെയൊക്കെ നോക്കി. അവളുടെ മനസ്സിലിപ്പോൾ വിവാഹ ദിവസത്തിൻ്റെ ഓർമ്മകളായിരുന്നു. ശ്രീ, നീ ഞെട്ടിച്ചു കളഞ്ഞു. ആൺകുട്ടികളെ ഇങ്ങനെയാവണം. അഭിയൊന്ന് നോക്കിയാണ് അമ്മു അത് പറഞ്ഞത്. അപ്പോഴേക്കും വാതിൽ തുറന്ന് അല്ലുവും മനുവും ചന്ദ്രനും മല്ലികയും കയറി വന്നു. ശങ്കരനും ലേഖയും മുന്നോട്ട് വന്ന് അവരെ സ്വീകരിച്ചു. അല്ലു, തച്ചുവിനെ റൂമിലേക്ക് കൊണ്ടുപോകുമോളെ. അല്ലു ചിരിയോടെ തച്ചുവിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. ശ്രീയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ തച്ചു ഓടിപ്പോയി അവൻ്റെ കവിളിൽ അമർത്തി മുത്തിയിട്ട് അല്ലുവിൻ്റെ കയ്യിൽ തൂങ്ങി നടന്നുപോയി. ശ്രീ കവിളിൽ കൈവച്ച് മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. അച്ചുവും അമ്മുവും ചിരിയോടെ പരസ്പരം നോക്കി. പക്ഷേ അസ്വസ്ഥമായ മനസ്സോടെ അഭിയ കാഴ്ച നോക്കി നിന്നു. പറയടി, ശ്രീ പറഞ്ഞതൊക്കെ സത്യമാണോ? കവിളിൽ കൈവച്ച് പകപ്പോടെ നോക്കി നിൽക്കുന്ന ശ്രുതിയെ കത്തുന്ന കണ്ണുകളോടെ നോക്കി അഭി ചോദിച്ചു. അവൻ്റെ ഭാവമാറ്റത്തിൽ അവൾ പകച്ചു നിൽക്കുകയായിരുന്നു. അവൾക്ക് അപമാനം തോന്നി. ഇത്രയും പേര് നോക്കി നിൽക്കെ അവൻ അടിച്ചതിൽ അവൾക്ക് വേദനയും കരച്ചിലും വന്നു. അത് അമ്മായി പറഞ്ഞിട്ടാണ് ഞാൻ താരയെ വിളിച്ചു വരുത്തിയത്. അഭിയുടെ അമ്മയെ നോക്കി ശ്രുതി പറഞ്ഞപ്പോൾ അവർ നിന്നിടത്തു നിന്ന് ഉരുകി. സർവവും തകർന്നവനെ പോലെ അഭി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് അവൻ അവരെ മുഖമുയർത്തി നോക്കി. ദയനീയമായിരുന്നു അവൻ്റെ നോട്ടം. എന്തിന് എല്ലാവരും കൂടി എന്നെ ചതിച്ചത്? എന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയാണോ അവൾക്ക് നൽകിയത്? അമ്മയ്ക്ക് വേണ്ടി എന്തും അനുസരിച്ച് എന്നോട് വേണമായിരുന്നു ഈ ചതി? ശാലിനി കുറ്റബോധത്താൽ തല താഴ്ത്തി. അഭി എഴുന്നേറ്റ് ശ്രുതിയുടെ നേരെ നിന്നു. ഇത്രയും നാൾ എന്നെ ഒരു വിഡ്ഢിവേഷം കിട്ടിച്ചതിന് ഒരുപാട് നന്ദി. സ്നേഹിച്ച പെണ്ണിനെ ഹേട്ടത്തിയായി എനിക്ക് മുന്നിലെത്തിച്ചു. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലും അറിയാത്ത വഞ്ചകൻ. അന്ന് നീ കാരണം ആ അപകടത്തിൽ അവൾക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ പാപം നീ ഏത് നദിയിൽ പോയി മുങ്ങിയാൽ തീരുക? ശിക്ഷ ഞാൻ വിധിക്കാം. അഭി തിരിഞ്ഞ് ശ്രീയെ നോക്കി. ശ്രീ കൈകെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പോകുക. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഭ്രാന്ത് പിടിക്കും. അമിതമായ മാതൃസ്നേഹം ഇന്ന് തലയ്ക്ക് മുകളിൽ ആടുന്ന വാള് പോലെയാണ്. ഏട്ടനോട് എനിക്ക് അസൂയ തോന്നുക. ആ വീട്ടിൽ നിന്നും കുഞ്ഞിലെ മാറി നിന്നതിന്. ഇല്ലെങ്കിൽ എന്നെപ്പോലൊരു നട്ടല്ലില്ലാത്തതായി ഏട്ടനും മാറിയാനെ. ശ്രീയുടെ ചുമലിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈവച്ചുകൊണ്ട് അഭി പറഞ്ഞു. അമ്മുവിനെയും അച്ചുവിനെയും ഒന്ന് നോക്കി അവൻ മെയിൻ ഡോർ തുറക്കാനാഞ്ഞതും ശ്രുതി ഓടി അവൻ്റെ പിന്നാലെ പോയി. വരരുതെൻ്റെ പിന്നാലെ. നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ. ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നെപ്പോലൊരു വഞ്ചനയ്ക്ക് സ്ഥാനമില്ല. അവളെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഡോർ അടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കാനാണോ ദുഷ്ടം നീ ആ ഭ്രാന്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശ്രീയുടെ അമ്മായി അവന് നേരെ ചാടി കുരച്ചുകൊണ്ട് നിന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും അമ്മായി. കാണിച്ചു കൂട്ടിയതിനൊക്കെ എല്ലാം ചേർത്ത് അനുഭവിച്ച് കഴിഞ്ഞിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകൂ. പിന്നെ ഒരു കാര്യം, ഇനി ഒരിക്കൽ കൂടി ആ പുഴുത്ത നാവ് കൊണ്ട് എൻ്റെ പെണ്ണിനെ പറ്റി പറയാനുണ്ടല്ലോ, സ്ഥാനവും ബഹുമാനവും ഞാനങ്ങ് മറക്കും. ശ്രീയുടെ വരിഞ്ഞു മുറുകിയ മുഖം കണ്ട് അവരൊന്ന് നീങ്ങി നിന്നു. ശ്രുതിയെയും കൊണ്ട് അവരിറങ്ങിപ്പോയി. ശ്രീ അവൻ്റെ അച്ഛനെയും അമ്മയും നോക്കി. ഇന്നലെ വരെ എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും. ബന്ധങ്ങളുടെ കണക്ക് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് രണ്ടുപേരും കടന്നു വരരുത്. താക്കീതെന്നോണം അവൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയിരുന്നു. ശ്രീ, എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി ഇപ്പോൾ അവൻ്റെ ഭാര്യയാണ്. അവനവളെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ല മോനെ. ലേഖ തൻ്റെ ആകുലത പറഞ്ഞപ്പോൾ മല്ലികയും അത് ശരിവെച്ചിരുന്നു. ഞാൻ അഭിയോട് സംസാരിക്കാം ആൻറ്റി. അവൻ പെട്ടെന്നുള്ള ഷോക്കിൽ അങ്ങനെ തീരുമാനിച്ചതാകാം. ഒരു കണക്കിന് ഇപ്പോൾ അത് ആവശ്യം കൂടിയാണ്. ഇനി ഒരിക്കലും
തച്ചുവിൻ്റെ പഴയ അഭിയാകാനുള്ളൊരവസരവും ഞാൻ നൽകില്ല. ശ്രീ ഉറപ്പോടെ പറഞ്ഞു. അമ്മുവും അച്ചുവും മുഖത്തോട് മുഖം നോക്കി. ശ്രീ, നിനക്കിപ്പോഴും ആധിയാണോ തച്ചുവിൻ്റെ കാര്യത്തിൽ? അമ്മു സംശയത്തോടെ ചോദിച്ചു. ആധിയല്ല സാരു, പേടിയാണ്. ആക്സിഡൻറ്റിൻ്റെ ഓർമ്മ ഭാഗികമായിട്ടേ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. വിദഗ്ധ ചികിത്സയിലൂടെ അവൾ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോയെന്നിരിക്കും. അവളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് സാരു. അഭിയുടെ ഓർമ്മകൾ അവളിൽ തിരിച്ചു വന്നാൽ അവൾ എന്നെ മറക്കില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ. ശ്രീ അസ്വസ്ഥനായി സോഫയിലിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് അവർക്കുള്ളിൽ വിഷമം നിറഞ്ഞു. അവളുടെ ഓർമ്മകൾ അവസാനിച്ചു നിന്നത് അഭിയുടെ വിവാഹം വരെയാണ്. അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും അഭിയിലേക്ക് മടങ്ങിപ്പോവില്ല. വിവാഹ മണ്ഡപത്തിൽ അവളെ ഉപേക്ഷിച്ചു പോയ അഭിയെ അവൾ ഓർക്കുന്നുവെങ്കിൽ തീർച്ചയായും നീ പേടിക്കുന്നത് പോലെ സംഭവിക്കില്ല. പ്രതീക്ഷ കൈവിടരുത്. അച്ചു പറഞ്ഞതും ശ്രീ ഒന്ന് നെടുവേർപ്പെട്ടു. അവർക്ക് ചെന്നൈയിൽ അമ്മു ഒരു വില്ല വാങ്ങി നൽകിയിരുന്നു തച്ചുവിൻ്റെ പേരിൽ. നാട്ടിൽ സെറ്റിൽഡ് ആവാൻ ശ്രീക്ക് താല്പര്യമില്ല. കുഞ്ഞിലേ അവിടെ വളർന്നതുകൊണ്ട് ശ്രീക്ക് അവിടെ വിട്ടുവരാൻ വലിയ താല്പര്യവുമില്ല. വേണ്ട എന്ന് ഒരുപാട് പറഞ്ഞിട്ടും അമ്മു നിർബന്ധിച്ച് അവൻ്റെ കയ്യിൽ കീ ഏൽപ്പിച്ചു. ഫ്ലാറ്റ് സച്ചുവിനെ സംബന്ധിച്ച് സേഫ് ആയിരുന്നില്ല. വില്ലയാകുമ്പോൾ അവൾക്ക് കുറച്ചുകൂടി കംഫർട്ടാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ അവനും അത് ശരിവെച്ചു. അന്ന് അവരെല്ലാം അവിടെ കൂടി. പിറ്റേന്ന് തന്നെ വില്ലയിൽ ചെറിയൊരു പാലുകാച്ച് നടത്തി അവരങ്ങോട്ടേക്ക് മാറി. അവിടെ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ബെഡ്റൂമുകളായിരുന്നു വില്ലയിൽ ഉണ്ടായിരുന്നത്. മുകളിലെ ബാൽക്കണിയോട് കൂടിയ മാസ്റ്റർ ബെഡ്റൂമായിരുന്നു ശ്രീയുടെയും തച്ചുവിൻ്റെയും. തച്ചു സന്തോഷം കൊണ്ട് ശ്രീയുടെ കഴുത്തിൽ തൂങ്ങി കവിളിൽ ഉമ്മ വെച്ചു. ശ്രീ ചമ്മിയ മുഖത്തോടെ അവരെയൊക്കെ നോക്കി. ആഹാ, ഇങ്ങനെയാണെങ്കിൽ ശ്രീയെ നീ ഉമ്മ വെച്ച് കൊല്ലുവരോടി പെണ്ണേ, അമ്മു അവളുടെ കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. ശ്രീ, നീ ഭാഗ്യവാനാടാ. ചോദിക്കാതെ തന്നെ എത്ര ഉമ്മയാ കിട്ടുന്നത്. ഇവിടെ കെഞ്ചിയാ പോലും ഒരെണ്ണം. മനു നിരാശനായി പറഞ്ഞതും അല്ലു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ അവരെല്ലാം തിരിച്ചുപോയി. അടുത്ത ദിവസം ജോത്സ്യനെ കണ്ട് നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കുമെന്നും ഈ മാസം തന്നെ നിശ്ചയമുണ്ടാകുമെന്നും ചന്ദ്രൻ പറഞ്ഞപ്പോൾ അമ്മുവിൻ്റെ മുഖം നാണത്തോടെ കുനിഞ്ഞിരുന്നു. അച്ചു അവളെ പ്രണയത്തോടെ നോക്കി നിന്നു. വൃന്ദാവനത്തിൽ വെച്ച് ലളിതമായ രീതിയിലാണ് നിശ്ചയം നടത്താൻ തീരുമാനിച്ചത്. 2 മാസം കഴിഞ്ഞാണ് വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ച് കിട്ടിയത്. ഓഫീസിൽ നിന്നും ഐഷുവും ഡൽഹിയിലെ ഓഫീസിൽ നിന്ന് തൻവിയും നേരത്തെ തന്നെ വീട്ടിലെത്തിയിരുന്നു. ശ്രീ തച്ചുവിനെ കൊണ്ട് 2 ദിവസം മുന്നേ വന്നു. ശങ്കരനും ലേഖയും തലേ ദിവസം വന്നോളാമെന്ന് പറഞ്ഞു. അന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം അഭി ഇതുവരെ തിരികെ വീട്ടിൽ പോയിട്ടില്ല. അവൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ലോങ് ലീവ് എഴുതിക്കൊടുത്ത് എങ്ങോട്ടോ പോയിരുന്നു. ഗ്രീൻ കളർ കാഞ്ചീപുരം സാരിയായിരുന്നു അമ്മുവിൻ്റെ വേഷം. ഒരു ലക്ഷ്മി ചോക്കറും കയ്യിൽ 2 ലക്ഷ്മി വളകളും അതേപോലത്തെ ജിമിക്കിയും. നീണ്ട മുടി പിന്നിയിട്ട് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. പച്ചക്കളർ ഷർട്ടും മുണ്ടുമായിരുന്നു അച്ചുവിൻ്റെ വേഷം. 2 പേരും പലകയിലിരുന്നു. ഇന്ന് തന്നെ കല്യാണം നടത്തിയാലോ മല്ലി? അത്രയ്ക്ക് ഭംഗിയുണ്ട് എൻ്റെ പിള്ള. മല്ലികയെ പിടിച്ചുകൊണ്ട് ചന്ദ്രൻ സന്തോഷത്തോടെ പറയുമ്പോൾ ശരിയാണെന്ന് അവരും പറഞ്ഞു. 2 പേരുടെയും വിരൽത്തുമ്പുകൾ പരസ്പരം ഉരുമിയിരുന്നു. നാണം കൊണ്ട് ഇടയ്ക്കിടെ പിടയുന്ന മിഴികൾ ആദ്യമായി അവൻ കാണുന്നത് പോലെ നോക്കിയിരുന്നു. അല്ലുവിനെ കാണുമ്പോൾ ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ മനു കാണിക്കുമ്പോൾ അവൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നായിരിക്കും ആദ്യം നോക്കുക. മുഹൂർത്തമായതും പരസ്പരം അവർ മോതിരം കൈമാറി. പ്ലാറ്റിനത്തിൽ ഡയമണ്ട് പതിപ്പിച്ച 2 മനോഹരമായ മോതിരങ്ങളായിരുന്നു അവ. പങ്കെടുത്ത ചടങ്ങായതുകൊണ്ട് തന്നെ ആദ്യം സദ്യ വിളമ്പി. അത് കഴിഞ്ഞാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. ഇതിനിടയ്ക്കാണ് അച്ചുവിൻ്റെ നെഞ്ചിൽ ബോംബ് പൊട്ടിച്ച തീരുമാനം ചന്ദ്രൻ പറയുന്നത്. അവൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചന്ദ്രനെ നോക്കി. വിവാഹം കഴിയുന്നതുവരെ അച്ചു ഔട്ട് ഹൗസിൽ താമസിക്കണമെന്നായിരുന്നു തീരുമാനം. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇനി എന്തിനാ മാറി താമസിക്കുന്നത്? അച്ചു ഈർഷ്യയോടെ ചോദിച്ചു. അന്നത്തെ പോലെയല്ല ഇന്ന്. ഇവളിൽ നിനക്കിപ്പോൾ പാതി അവകാശമായി. അല്ലെങ്കിലേ ഒന്നും കാണാനും കേൾക്കാനും വയ്യ. പിന്നെ ഇനി 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മുവിനെ ഞാൻ തറവാട്ടിൽ നിർത്താം. അത് വേണോ? ഇത്തവണ ഞെട്ടിയത് അമ്മു ആയിരുന്നു. അവൾ ദയനീയമായി ചന്ദ്രനെ ഒന്ന് നോക്കി. അതൊന്നും വേണ്ട, ഞാൻ ഔട്ട് ഹൗസിൽ പോവാം. അമ്മു അടുത്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ തറവാട്ടിൽ പോയാൽ അത് വേണ്ട. അച്ചു ചാടിത്തുള്ളി മുകളിലേക്ക് പോയി. തിരികെ അവൻ്റെ ഒരു ബാഗും പിടിച്ചാണ് ഇറങ്ങി വന്നത്. ചന്ദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഇറങ്ങിയവൻ തിരിഞ്ഞു വന്ന് അമ്മുവിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോയി. അല്ല് കണ്ണുപൊത്തി നിന്നു. ഐഷുവും തൻവിയും വാ തുറന്ന് നിന്നുപോയി. ഇപ്പം എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ ചന്ദ്രൻ മല്ലികയെ നോക്കി. അമ്മു നാണം കൊണ്ട് റൂമിലേക്കോടി. വല്യേട്ടൻ ചെയ്യുന്നത് കണ്ട് തച്ചുവും ശ്രീയുടെ കവിളിൽ ഉമ്മ വെച്ച് കൈകൊട്ടി ചിരിച്ചു. ശ്രീ ചമ്മി എല്ലാവരെയും ഒന്ന് നോക്കി.
അവൻ്റെ അല്ലേ അനിയത്തി, അങ്ങനെ വരൂ. ചന്ദ്രൻ അച്ചുപോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവിടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചുപോയി. പിന്നെയും ശ്രീയെ ഉമ്മ വെക്കാൻ പോയ തച്ചുവിനെ തൂക്കിയെടുത്ത് അവൻ റൂമിൽ കൊണ്ടുപോയി. അല്ലെങ്കിൽ ഇനിയും ചമ്മി നിൽക്കേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു. ശ്രീയുടെ അരക്കെട്ടിൽ കാലുറപ്പിച്ച് കഴുത്തിൽ കൈയിട്ട് ചുമലിൽ തല വെച്ചിരിക്കാനാണ് തച്ചുവിന് എപ്പോഴും ഇഷ്ടം. അവൾക്ക് ചെയ്യുന്നതൊന്നും ഓർമ്മയില്ലെങ്കിലും ശ്രീയുടെ ഉള്ളിലുണ്ടാകുന്ന വിസ്ഫോടനങ്ങൾ വളരെ വലുതായിരുന്നു. ശ്രീ അവളെ ബെഡിലിരുത്താൻ ശ്രമിച്ചിട്ടും അവൾ അവനിൽ നിന്നും അകന്നു മാറാതെ അങ്ങനെ ഇരുന്നു. അവളുടെ ശ്വാസം ശ്രീയുടെ മുഖത്ത് പതിഞ്ഞുകൊണ്ടേയിരുന്നു. തച്ചുവിനെയും കൊണ്ട് ശ്രീ മലർന്നു കടന്നു. അവളെ അവൻ്റെ മേലേക്ക് കിടത്തി. അവളുടെ മുഖം അവൻ്റെ കഴുത്തിടുക്കിലായിരുന്നു. അവൻ അവളെ പിന്തലയിൽ തഴുകിക്കൊടുത്തു. ചീയേട്ടാ, അവൾ മുഖമുയർത്തി കൊഞ്ചലോടെ വിളിച്ചു. അവൻ അവളെ നോക്കി. എന്തോ കാര്യസാധ്യത്തിനുള്ള കൊഞ്ചലാണെന്ന് അവന് മനസ്സിലായി. എന്താ പൊന്നെ? അതെ, കുറേ ഉമ്മ തന്നില്ലേ ചിയേട്ടൻ? പക്ഷേങ്കിൽ ഞാൻ ടി വിയിൽ കണ്ടു ഇവിടെ ഉമ്മ വെച്ചത്. തച്ചുവിന് ഇവിടെ ഉമ്മ തരുമോ? അവളുടെ ചുണ്ടിൽ തൊട്ടി തച്ചു ചോദിച്ചതും അവൻ ഉമ്മിനീരിറക്കി അവളെ നോക്കി. ഏയ്, അതൊന്നും ഇപ്പം വേണ്ട. എൻ്റെ മോൾ വലിയ കുട്ടിയാവട്ടെ, എന്നിട്ട് തരാം. ശ്രീ പറഞ്ഞതും അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി. ഇല്ല, എനിക്ക് വേണം. ചേട്ടൻ എന്നോട് ഇഷ്ടമല്ല. അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങിയതും ശ്രീ അവളുടെ വാ പൊത്തി. മിണ്ടാത്തിയടി കുരുപ്പേ, ആവശ്യമില്ലാത്ത ഓരോന്നും കണ്ടിട്ട് അവൾ വന്നേക്കുവാ. മനുഷ്യൻ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പോലും അറിഞ്ഞുകൂടാ. അതിനിടയ്ക്ക് അവളുടെ ഒരു ഉമ്മ. ഇപ്പം തന്നാലേ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കും. എൻ്റെ മാനം കപ്പിൽ കയറ്റുമോ പെണ്ണെ? ശ്രീ അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. ചേട്ടൻ എന്നോട് മിണ്ടണ്ട, പിണക്കാ ഞാൻ. അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ പോയതും ശ്രീ അവളെ ചുമലിൽ പിടിച്ച് ബെഡിൽ ചായച്ച് കിടത്തി. ശരി, ഞാൻ തരാം. പക്ഷേ ചിയേട്ടൻ നീ വാക്ക് തരണം. തരുമോ? അവൻ കൈ നീട്ടി പറഞ്ഞപ്പോൾ അവൾ തല കുലുക്കി. ഇവിടെ ഉമ്മ വെക്കുന്ന കാര്യം ആരോടും പറയരുത്. പിന്നെ ആരുടെയും മുന്നിൽ വെച്ച് ഇവിടെ ഉമ്മ വേണമെന്ന് പറയുകയും ചെയ്യരുത് കേട്ടോ. അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ തല കുലുക്കി. അവൻ ശ്വാസം വിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പരിഭവത്താൽ ഇളം റോസ് നിറമാർന്ന ചുണ്ടുകൾ വിടർത്തി വെച്ചിട്ടുണ്ട്. ഉണ്ടക്കണ്ണുകൾ വാലിട്ടെഴുതിയിട്ടുണ്ട്. ശ്രീ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് കണ്ണുകളിൽ ഉമ്മ വെച്ചു. പിന്നെ നെറ്റിയിൽ, കവിളുകളിൽ. അവസാനം അവൻ്റെ നോട്ടം അവളുടെ അധരങ്ങളിലേക്കായിരുന്നു പോയിരുന്നത്. ശ്രീ ഒന്ന് ശ്വാസം വിട്ടുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചുണ്ടു തീർത്തു. അവൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. പെട്ടെന്ന് അവൻ ചുണ്ടുകൾ മോചിപ്പിച്ച് അവളെ നോക്കി. ഉറക്കം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു വരികയായിരുന്നു അവളുടെ. ശ്രീ ആശ്വാസത്തോടെ അവളെ നോക്കി. അവളോട് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന ചിന്തയായിരുന്നു അവനിൽ നിറയെ. വിചാരങ്ങൾക്കുമേൽ വികാരങ്ങൾ സ്ഥാനം പിടിച്ചാൽ അവൻ തലയൊന്നു കുടഞ്ഞ് അവളെ നോക്കി. അവൾ ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു. അവളെ പുതപ്പിച്ചു കൊടുത്ത് കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ നോക്കിക്കടന്നു. പിന്നെ അവളെയും ചേർത്ത് ഉറങ്ങിപ്പോയി.